നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മേഘൻ സാറിന്റെ ആളുകളാ ഞങ്ങള്. പിടിക്കണവളെ. കൈയെടുക്കട അവരുടെ ദേഹത്തുനിന്ന്. ഇനി ഒരിക്കൽ കൂടി പറയില്ല. നിന്റെയൊക്കെ നെഞ്ചത്ത് ദ്വാരം വീഴുമ്പോഴേ കാര്യം മനസ്സിലാവും. ഇനി വന്ന പോലെ മടങ്ങിപ്പോക്കോണം. നിന്നെയൊക്കെ അയച്ചവനോട് ചെന്ന് പറഞ്ഞേക്ക് അഡ്വക്കേറ്റ് വേണുഗോപാൽ വന്ന് രാധയെ കൊണ്ടുപോയിന്ന്. നിക്കണ്ട, വണ്ടിയെടുത്ത് വന്ന വഴിക്ക് വിട്ടോ. പൊക്കോ. ഇനി ഇവിടെ പരിസരത്ത് കണ്ടുപോരുത്. നിങ്ങൾ പേടിക്കണ്ട, ഇത് ലൈസൻസ് ഉള്ളതാ. എന്തായാലും ഇങ്ങനെ ഒരു മുൻകരുതൽ എടുക്കാൻ തോന്നിയാൽ നന്നായില്ലേ? ഇനിയിപ്പോ താമസിക്കണ്ടല്ലോ, പോവാം നമുക്ക്. ഇല്ല, എനിക്ക് വരാൻ പറ്റില്ല വേണുവേട്ട. രാധേ, ഈ അവസാന നിമിഷം വാക്ക് മാറ്റുകയാണോ നീ? എനിക്ക് വേണ്ടിയല്ല, ഇത്രയും കാലം അഭയം നൽകിയ ഈ വീട്ടിലുള്ളവർക്ക് വേണ്ടിയാ. മുരളിയെ പോലീസ് കൊണ്ടുപോയിരിക്കുക. അതെന്തായെന്നറിയാതെ എനിക്ക് ഇവിടുന്ന് അനങ്ങാൻ പറ്റില്ല. നന്ദി കേടാവോ അത്? അതൊരു ഫേക്ക് കേസാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതിന്റെ പിന്നിലെ ബുദ്ധി കേന്ദ്രം മേഘനാഥൻ തന്നെയാണ്. കാരണം അവന്റെ ആളുകൾ ഇവിടെ വരുമ്പോ വീട്ടിലെ ആണുങ്ങളെല്ലാം ഇവിടെ നിന്ന് മാറണമായിരുന്നു. അധികം തടസ്സങ്ങളില്ലാതെ നിന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോവാൻ. എന്റെ ഊഹം ശരിയാണെങ്കിൽ അവരെ സ്റ്റേഷനിൽ നിന്ന് തന്നെ കുറെ കഴിയുമ്പോൾ വിടും. അതുകൊണ്ട് ആ കാരണം പറഞ്ഞ് രാധ വരാതിരിക്കരുത്. നോക്ക്, ഒരു ദേശം മുഴുവൻ കാത്തിരിക്കാൻ നിന്നെ. സുഭദ്രാമയെ ഓർത്തെങ്കിലും നീ വന്നേ പറ്റൂ. എന്റെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ, നമ്മുടെ അച്ഛന്റെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ നീ മനസ്സ് വെക്കണം. ഞാൻ ബാക്കി വെച്ച എല്ലാ കർമ്മങ്ങളും നീ പൂർത്തിയാക്കണം. ഇനി അത് ചെയ്യാൻ നിനക്ക് മാത്രമേ കഴിയൂ. പൊയ്ക്കോട്ടെ ഞാൻ. നിങ്ങൾ ഇവിടെ നിന്നാ മതി. പോയവര് ഉടൻ തിരിച്ചു വരും. നിങ്ങളുടെ കണ്ണീര് എന്റെ ധൈര്യം കെടുത്തുകയുള്ളൂ. തൃപ്പങ്ങോട്ട രക്തമല്ലേ നമ്മള്. ധൈര്യമായിട്ടിരിക്കുക. പോവുകയാ ഞാൻ. പോയിട്ട് വരാന്ന് പറ. ശരി, പോയിട്ട് വരാം. വരൂ. ശത്രു? യെസ്. മുമ്പേ അതെനിക്ക് തിരിച്ചറിയാൻ കഴിയാതിരുന്നോണ്ട് മാത്രമാ നീ ഇപ്പം ജീവനോടെ ഇങ്ങനെ നിൽക്കുന്നത്. സാറേ,
എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നേ? ഞാനെങ്ങനെ നിങ്ങളുടെ ശത്രു ആവുന്നേ? നമ്മൾ തമ്മില് അതിനെന്താ ബന്ധം? ബന്ധം നമ്മൾ തമ്മിലല്ല, നിന്റെ ഭാര്യയും ഞാനുമായിട്ട്. അതെന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ നീ എന്റെ മുഴുവൻ പേരും കേട്ടാലേ പറ്റൂ. വെറും നാഥനല്ല ഞാൻ, മേഘനാഥൻ. തൃപ്പങ്ങോട്ട് സുഭദ്രയുടെ ഭർത്താവ് കോട്ടയ്ക്കൽ മേഘനാഥൻ. ഇനി പറ, നീ കേട്ടിട്ടില്ലേ ഞാൻ ആരാണെന്ന്? കേട്ടിട്ടുണ്ട്, പക്ഷെ നേരിട്ട് കണ്ടിട്ടില്ല. അതെ, അതാണ് പ്രശ്നം. എന്നെ മാത്രമല്ല, തൃപ്പങ്ങോട്ട് സുഭദ്രയെ പോലും അന്ന് കൊച്ചു പയ്യനായിരുന്ന നീ നേരെ ചൊവ്വയെ കണ്ടിട്ടില്ല. അപ്പോഴൊക്കെ നീ കൊച്ചു പ്രേമവും തലയ്ക്ക് പിടിച്ച് ഒരു കൊച്ചു പെൺകുട്ടിയുടെ പിന്നാലെ നടക്കുകയായിരുന്നു. സുഭദ്രയുടെ നേരനിയത്തി രാധയുടെ പിന്നാലെ. ഓർമ്മ കാണും നിനക്ക്? പറയടാ കൃഷ്ണപ്രസാദേ, രാധയെ അറിയോ നിനക്ക്? അറിയാമോന്ന്? മറുപടി പറഞ്ഞില്ല. രാധയെ ചെറുപ്പത്തിലെ കണ്ടിട്ടേ ഉള്ളൂ ഞാൻ. സുഭദ്രാമ്മ മരിച്ച് ആ കുട്ടികൾ ദേശം വിട്ടു പോയതിനു ശേഷം രാധയെ പിന്നീട് ഞാൻ കണ്ടിട്ടില്ല. വാട്ട്? കള്ളം പറയരുത്. നിനക്കറിയാം രാധ എവിടെയാണെന്ന്. ഈ മേഘനാഥന്റെ കണ്ണിൽപ്പെടാതെ നീയാണ് അവളെ ഒളിവിൽ താമസിപ്പിച്ചിരിക്കുന്നത്. ഞാനോ? ആരോ നാഥൻ സാറിനെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. രാധയെ കാണണമെന്ന് ഇപ്പോഴും ഒരുപാട് ആഗ്രഹിക്കുന്ന ആളാ ഞാൻ. പക്ഷേ വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞു പോയെങ്കിലും എനിക്കിതുവരെ കാണാൻ പറ്റിയിട്ടില്ല ആ കുട്ടിയെ. ഓഹോ, അപ്പൊ ആരാ ഈ അഞ്ജലി? എന്താ അവളുടെ ബാക്ക്ഗ്രൗണ്ട്? അഞ്ജലി എന്റെ ഭാര്യയാണ് സാർ. അവളുടെ ചരിത്രം എനിക്കറിയില്ല. ഇവിടെ വെച്ച് യാദൃശ്ചികമായി പരിചയപ്പെട്ടതാ. എന്നാൽ അവൾക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ഒരു തറവാടിന്റെ ചരിത്രം. തൃപ്പങ്ങോട്ടെ വാസുദേവന്റെ രണ്ടാമത്തെ മകൾ, എന്റെ ഭാര്യയുടെ നേരനിയത്തി രാധയാണ് ഈ അഞ്ജലി. അതായത് നിന്റെ ഭാര്യ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.